ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം വേണം. അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പോൾ കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട്. അത് ഇവർ തന്നെ ചെയ്യണം. കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPM നേതാക്കന്മാർ. അപ്പം നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ KM മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിൻ്റെ സന്തോഷം കൂടി അതിൻ്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. അത് അത്രമാത്രം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവർ അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിലുണ്ടാവില്ല. അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJPയിലേക്ക് പോയി. അപ്പോൾ എന്നൊരു വിഷമമില്ല. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം. എന്നിട്ട് AKG സെൻറ്ററിലിരുന്ന് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ AKG സെൻറ്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷാനി മോള് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അവരുടെ പിതാവ് മരിച്ചിട്ട് അവർ വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ AKG സെൻറ്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ. എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല. 10 കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എഴുതുന്നത്. അതൊന്നും എനിക്ക് വിരോധമില്ല. എനിക്ക് നല്ല പബ്ലിസിറ്റിയാണ് നൽകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് മാറുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും ഇട്ടോ 10-20 ആക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അപ്പം തന്നെ രംഗപ്രവേശം ചെയ്ത് ഇപ്പോൾ കോഴി കട്ടവൻ തലയിൽ പപ്പുണ്ടെന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ മാതിരിയാണ്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത്. ഇതൊക്കെ നാടകമാണ്. ഐഷ പോറ്റി പോയി എൻ്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് CPMൽ ചേരുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഈ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം, എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും, എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം, നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ആരും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, വ്യക്തികൾ അടക്കം, വിവിധ സമൂഹങ്ങളടക്കം, സോഷ്യൽ ഗ്രൂപ്പുകളടക്കം UDFിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഇട്ട് നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ. അപ്പം നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, LDFിലും NDAയിലുള്ള കക്ഷികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? NDAയിലുള്ള 2 കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ? LDFിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് NDAയിലും LDFിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDFിൽ ജോയിൻ ചെയ്യും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും, മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാരും പറയില്ല. അല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. UDF എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയാണ്. ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ അത്ര മോശമാണെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയൊരു മുന്നണിയാണ്. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം 95-ന് ശേഷം 30 വർഷത്തിനിടയിലെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ വിജയം നേടി നിൽക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന്
ശത്രുക്കൾ പോലും പറയില്ല, പുറത്തു പറയുമായിരിക്കും, മനസ്സിൽ വിചാരിക്കില്ലല്ലോ. ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ? ആണോ? കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി. എങ്ങനെ? എത്രയെല്ലാം ഭൂരിപക്ഷത്തിന്? ഇരട്ടി ഭൂരിപക്ഷത്തിന്, 4 ഇരട്ടി ഭൂരിപക്ഷത്തിന്, 5 ഇരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചൊരു മുന്നണി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി. 30 വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ UDF. എന്നിട്ട് ഞങ്ങൾ ദുർബലരാണ് എന്ന് ആരാ പറയുന്നത്? പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, മാറ്റം വരരുത്. കാരണം തെറ്റായ വിചാരങ്ങൾ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ടീം UDF. എവിടെയാണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത്? തല്ലി പിരിയുന്നത് എവിടെയാണ്? പരസ്പര സംശയം എവിടെയാണ്? വിശ്വാസമില്ലായ്മ എവിടെയാണ്? LDFൽ 10 കൊല്ലത്തെ അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാതെ, പരസ്പരം കബളിപ്പിച്ചുകൊണ്ട്, പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പരസ്പരം വിശ്വാസമില്ലാതെ നിൽക്കുന്ന മുന്നണി ഏതാ? LDF ശിഥിലമാവുകയാണ്. UDF ടീം UDF ആയി നിൽക്കുകയാണ്. ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ വാക്കിന് ഓരോ ദിവസവും അടിവരയിട്ടുള്ളൂ. ഇനിയുള്ള ഓരോ ദിവസവും